നമുക്ക് ഇരിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. എൻ്റെ പേര് സവിത, കേളകത്തു നിന്നും വരുന്നു. എൻ്റെ വലത് കാൽമുട്ടിന് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. മുട്ടുമടക്കി ഇരിക്കാനോ നിൽക്കാനോ ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു ബുധനാഴ്ച രാത്രി ആവിലായിൽ വന്ന് ശുഭരാത്രി വചന ശുശ്രൂഷയിൽ പങ്കെടുത്തു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാൽമുട്ടിൻ്റെ വേദനയുള്ള കാര്യം അച്ഛനോട് പറഞ്ഞു. ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന് അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വ്യാഴാഴ്ച ശുശ്രൂഷയിൽ ഞാൻ ഓൺലൈനിൽ പങ്കെടുത്തു. ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു മകളുടെ വലത് കാൽമുട്ടിൻ്റെ വേദന ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന്. അത് ഞാനാണെന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് കാലിന് ഒരു കുഴപ്പവുമില്ല, ഒരു വേദനയുമില്ല. അതുപോലെ എനിക്കുണ്ടായിരുന്ന ഒരു വലിയ സങ്കടം യേശുനാമം 1000 തവണ ചൊല്ലുകയും ഈശോയുടെയും മാതാവിൻ്റെയും സ്നേഹം എന്നിൽ നിറഞ്ഞു കവിയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മാറിക്കിട്ടി. ഇത്രയേറെ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജസീന, ചെങ്ങോം ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് 2024 സെപ്റ്റംബർ മാസത്തിൽ ചുമയും ശ്വാസം മുട്ടലും ഉണ്ടാകുകയും ചുമയ്ക്കുമ്പോൾ കഫത്തിൽ നിന്നും രക്തം വരികയും ചെയ്യുമായിരുന്നു. ആസ്പത്രിയിൽ അഡ്മിറ്റായി ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു. എന്നിട്ടും ശ്വാസം മുട്ടൽ കുറഞ്ഞിരുന്നില്ല. ഡിസ്ചാർജ് ആയപ്പോൾ മുതൽ ഇൻഹേലർ ഉപയോഗിക്കുകയും അതുമൂലം ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ആവില പള്ളിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അമ്മ ത്രേസ്യയുടെയും മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയും മുട്ടിലിഴയാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി ഇൻഹേലിൻ്റെ ഉപയോഗം നിർത്തുന്നതിനും ചുമയിൽ നിന്നും ശ്വാസം മുട്ടലിൽ നിന്നും ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനും ഇടയായി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് സോണി. എൻ്റെ ബ്ലഡ് ടെസ്റ്റിൽ CAയുടെ അളവ് കൂടി നിൽക്കുന്ന സമയത്താണ് ഞാൻ റാപ്സനച്ഛൻ്റെ ചേരാനില്ലൂർ ദൈവാനുരൂപണ ധ്യാനം കൂടുന്നത്. ധ്യാനത്തിന് ശേഷം ഞാൻ അച്ഛനോട് രോഗവിവരങ്ങൾ പറയുകയും അച്ഛൻ തലയിൽ കൈവച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു തന്ന ഈശോയെ അങ്ങയുടെ സ്നേഹവും സമാധാനവും എന്നിൽ നിറഞ്ഞു കവിയട്ടെ എന്ന പ്രാർത്ഥന ദിവസവും 500 തവണ ചൊല്ലുകയും യൂട്യൂബിൽ അച്ഛൻ്റെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടുകയും ചെയ്തു. ഈശോയെ എന്ന് എപ്പോഴും നിയോഗത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ CAയുടെ അളവ് 9-ൽ നിന്ന് 3 കുറഞ്ഞു. ഡോക്ടർക്ക് പോലും അതിശയമായി. സാധാരണ പുകവലിക്കുന്നവരിലും അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമർ ശരീരത്തിൽ വരുമ്പോഴുമാണ് ഇങ്ങനെ സംഭവിക്കാറെന്നും ഡോക്ടർ അത്ഭുതത്തോടെ പറഞ്ഞു. പക്ഷേ സ്കാനിങ്ങിലെല്ലാം നോർമലായിരുന്നു. എനിക്ക് രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, CA എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. സഹോദരി എറണാകുളത്തുള്ള സഹോദരിയാണ്. ചേരാനെല്ലൂർ ബൈബിൾ കൺവെൻഷൻ നിങ്ങൾക്കറിയാം. 2-3 ആഴ്ച മുമ്പ് കൺവെൻഷനിൽ അവിടെ വന്ന് പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ധ്യാനം കൺവെൻഷന് ശേഷം വീണ്ടും പോയി പരിശോധിച്ചതിന് ശേഷമാണ് ഈ സാക്ഷ്യം എഴുതി അവർ സ്പീഡ് പോസ്റ്റായിട്ട് സാക്ഷ്യം അയച്ച് തന്നത്. നമുക്ക് കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. മനുഷ്യന് സാധ്യമായത് നമുക്ക് വേണ്ടി തൻ്റെ വചനം അയച്ച് ചെയ്തു തരുന്ന കർത്താവിൻ്റെ തിരുനാമത്തിന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്റ്റെല്ല പ്രകാശ്. കോഴിക്കോട് ജില്ലയിലെ ഇങ്ങാപ്പുഴ ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് 2021 ബ്രസ്റ്റ് ക്യാൻസർ വന്നു.
അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബോൺ ടെസ്റ്റ് ചെയ്തപ്പോൾ കഴുത്തിൻ്റെ സൈഡിൽ എല്ലിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. അതുകൊണ്ട് MRI എടുക്കാൻ പറഞ്ഞു. MRI എടുക്കുന്നതിന് മുമ്പായി റാപ്സൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു യാതൊരു കുഴപ്പവുമില്ല, പോയി MRI എടുത്തതിന് ശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു കൊള്ളാമെന്നും പറഞ്ഞു. MRIയിൽ യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു. ഒരു സാക്ഷ്യം കൂടിയുണ്ട്. എൻ്റെ അനിതിയുടെ ഭർത്താവ് സാബുവിന് ശക്തമായ കൈക്ക് വേദനയായിരുന്നു. ഇവിടെ നിന്ന് എണ്ണ വാങ്ങി പ്രാർത്ഥിച്ച് പുരട്ടിയതിൻ്റെ ഫലമായി കൈയുടെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ക്യാൻസർ ആണ് എന്ന് സംശയം പറഞ്ഞിരുന്ന ആ മുഴ തന്നെ, ആ പ്രത്യേക സാഹചര്യം തന്നെ കർത്താവ് എടുത്തു മാറ്റിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ശൈലജ. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ആവില പള്ളിയിൽ സാക്ഷ്യം എഴുതാമെന്ന് നേർന്നത് വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ ബ്രദറിന് പനിയും തൊണ്ടവേദനയുമായിരുന്നു. വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ വന്നു. എല്ലാ ടെസ്റ്റുകളും നടത്തി. എന്നാൽ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആവിലായിൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേട്ടന് പൂർണ്ണമായും സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. എൻ്റെ ഇളയ മകളുടെ കഴുത്തിന് പുറകിൽ ഒരു തടിപ്പുണ്ടായി. ആവിലായിൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് ഞാൻ നേർന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ആയപ്പോഴേക്കും ആ തടിപ്പ് കാണാനില്ലാതെയായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഫാറ്റ് ഡിപ്പോസിറ്റ് മുഴ ഒത്തിരി വലുതായപ്പോൾ ഞാൻ ആവിലാമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. അതുവഴി മുഴയുടെ വലിപ്പം കുറയുകയും പിന്നീട് ഈശോ അത് എടുത്തു മാറ്റുകയും ബയോപ്സി ചെയ്ത സമയത്ത് യാതൊരു കുഴപ്പവുമില്ലാതിരിക്കുകയും ചെയ്തു. എൻ്റെ മൂത്ത മകൾക്ക് 2 കക്ഷത്തിലും എപ്പോഴും പരു വരുമായിരുന്നു. ആവിലായിൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറിക്കിട്ടി. എൻ്റെ ഇളയ മകളുടെ ഷോൾഡർ ബോണിന് ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും ചെയ്യണമെന്ന് പറഞ്ഞു. ആവിലായിൽ നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ടെസ്റ്റിൽ യാതൊരു കുഴപ്പവുമില്ലാതെ വേദന പൂർണ്ണമായും മാറ്റിത്തന്നു. എൻ്റെ മൂത്ത മകൾക്ക് ബോർഡ് എക്സാമിന് നല്ല റിസൾട്ട് നൽകി ഈശോ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 6 സാക്ഷ്യങ്ങളാണ് ആ ഒറ്റ പേപ്പറിലുള്ളത്. ഡൽഹിയിൽ നിന്ന് സഹോദരി എഴുതി അയച്ചിരിക്കുന്നതാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അജിന. എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ് സാക്ഷ്യം എഴുതുന്നത്. അവളുടെ ആദ്യത്തെ കുട്ടി പ്രീമച്വർ ഡെലിവറി ആവുകയായിരുന്നു. കുട്ടിക്ക് സംസാരശേഷി ഇല്ലായിരുന്നു. 2ാമത് ഗർഭിണിയായപ്പോഴും ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2ാമത്തെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലാതെ ഡെലിവറി ആവുകയും നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിക്കുകയും ചെയ്തു. യേശുവിന് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം ഈശോയേ. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ആമേൻ. എൻ്റെ പേര് അന്നമ്മ ജോർജ്. കിളിയന്തറയിൽ താമസിക്കുന്നു. എൻ്റെ കൊച്ചുമകൻ അഭിനവ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് നേർന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. ദൈവത്തിന് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. എൻ്റെ പേര് എൽസി ചെമ്പനാനിക്കൽ, ദീപഗിരി ഇടവക. ഞാൻ 5-ാം തീയതി എഴുന്നേറ്റപ്പോൾ നടുവിന് ഭയങ്കര വേദനയായിരുന്നു. 6-ാം തീയതി വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച് കുളിച്ചു. അല്പം വേദന കുറഞ്ഞു. എന്നാലും എനിക്ക് ഇരിക്കുവാനോ
നിൽക്കുവാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഫോണിൽ സാക്ഷ്യം കേൾക്കാമെന്ന് കരുതി എടുത്തപ്പോൾ അച്ഛൻ കോട്ടയത്ത് നയിക്കുന്ന കൺവെൻഷന്റെ ആരാധനയായിരുന്നു. അത് കേൾക്കാമെന്ന് കരുതി. എന്നാലും എനിക്ക് സാക്ഷ്യം പറയാൻ എപ്പോഴും മടിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം എൻ്റെ വേദന കൂടിക്കൊണ്ടിരുന്നു. നാളെ പള്ളിയിൽ പോകാൻ പറ്റിയാൽ ഞാൻ എന്തായാലും സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് തീരുമാനിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 4 മണിക്ക് കൊന്തയെത്തിക്കാനായി ഏറ്റപ്പോൾ എനിക്ക് യാതൊരു വേദനയും ഇല്ലായിരുന്നു. ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി എൻ്റെ മകളെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് വിദേശത്തൊരു ജോലി കിട്ടുവാൻ വേണ്ടി നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജോസഫ് അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് മെഡിക്കലിന് പോയ 6 പേർക്ക് തടസ്സം മാറിയതായി അച്ഛൻ പറഞ്ഞു. അതിലൊന്ന് എൻ്റെ മകളായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള തടസ്സം മാറിയെന്നും അച്ഛൻ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച വിസ വരികയും ശനിയാഴ്ച 9 മണിയുടെ ഫ്ലൈറ്റിന് കുവൈറ്റിന് പോകുകയും നല്ല ജോലി ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ഷൈനി ജോൺസൺ, സ്ഥലം പയ്യാവൂർ. എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും അവൾക്ക് കുഞ്ഞുങ്ങളായില്ലായിരുന്നു. അവൾക്ക് കുഞ്ഞിനെ ലഭിക്കുവാനും മോളുടെ ഭർത്താവിന് നല്ല കമ്പനിയിൽ പലവട്ടം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ജോലി ലഭിക്കുന്നില്ലായിരുന്നു. അതിനുവേണ്ടിയും നിയോഗം എഴുതി കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും 33 ദിവസം മുട്ടിൽ നീന്തി പ്രാർത്ഥിക്കുകയും ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി മോളിപ്പോൾ 7 മാസം ഗർഭിണിയാണ്. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു അടുത്ത ഇൻ്റർവ്യൂവിൽ ജോലി ലഭിക്കുമെന്നും. 9/6/25 മോന് നല്ല കമ്പനിയിൽ ജോലി ലഭിക്കുകയും മോളുടെ എല്ലാ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും കുറയുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷത്തെ ഉരുൾ നേർച്ചയുടെ 2 നിയോഗങ്ങൾ, 3 നിയോഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ജോലി തടസ്സം മാറുക എന്നതും, മറ്റൊന്ന് വിവാഹ തടസ്സം മാറുക എന്നതും, മറ്റൊന്ന് സന്താന സൗഭാഗ്യം ലഭിക്കുക എന്നതായിരുന്നു. കുടുംബത്തിന് കർത്താവ് ഈ 2 കൃപകൾ നൽകിയതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ബേബി. ഞങ്ങൾ കണിച്ചാർ ഇടവകാംഗമാണ്. ഞങ്ങളുടെ മകൾക്ക് കല്യാണം നടക്കുന്നില്ലായിരുന്നു. ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു. ഇവിടെ വന്ന് റാപ്സൻ അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു മകളുടെ പേര് പറഞ്ഞ് യോഗ്യനായ മകനെ വരനായി നൽകണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾക്കൊരു നല്ല വരനെ നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മിനി ജോസഫ്. ഞാൻ വള്ളിത്തോട്ടിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എന്നെ റാപ്സൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അടുത്ത മാസം തന്നെ എനിക്ക് ജോലി ശരിയാകുകയും ജോലിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫിലോമിന, സ്ഥലം വീർപ്പാട്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. UK-യിൽ നഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് 2 മാസമായിട്ടും പാർട്ട് ടൈം ജോലി കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്നു. പിറ്റേ മാസം തന്നെ അവൾ ജോലിയിൽ പ്രവേശിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ബബിത, സ്ഥലം നെല്ലിക്കാമ്പൊയിൽ. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനത്തിൽ ഉറച്ചു വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ വർഷങ്ങളായുള്ള ഒരു ആഗ്രഹമായിരുന്നു താമസിച്ചുള്ള ഒരു ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന്. അതിനെനിക്ക് എപ്പോഴും ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു. ഞാൻ ആവിലായിൽ വന്ന് മുട്ടിൽ വലിഞ്ഞ് നിയോഗം കെട്ടിയിട്ട് സാക്ഷ്യം എഴുതിയിട്ടാളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കും കുടുംബത്തിനും യാതൊരുവിധ തടസ്സവും കൂടാതെ ധ്യാനത്തിൽ പങ്കെടുക്കുവാനും ഈശോയോടൊപ്പമായിരിക്കുവാനും സാധിച്ചു. കൂടാതെ എൻ്റെ മോന് കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ പകുതി ദിവസം പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ചൂട് സഹിക്കാൻ പറ്റാത്തതിനാൽ മുറിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ശാരീരികവും മാനസികവുമായി വളരെ വിഷമത്തിലായിരുന്നു. എക്സാം എഴുതാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ഞാൻ ആവിലായിൽ വന്ന് മുട്ടിലെഴിഞ്ഞ് ബന്ധിതനായി ഈശോയുടെ മുമ്പിൽ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ എക്സാം എഴുതുകയും ആവറേജ് മാർക്ക് വാങ്ങി പാസ്സാകുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് എലിയാമ്മ, സ്ഥലം ചുഴലി. എൻ്റെ തലയുടെ പുറകുവശത്ത് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ 5 ആഴ്ച ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തു. എൻ്റെ വേദന പൂർണ്ണമായും മാറി. അതുപോലെ എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി വേദനയും പൂർണ്ണമായും ഈശോ മാറ്റിത്തന്നു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് അനീറ്റ, സ്ഥലം കൊട്ടിയൂര്. എൻ്റെ മകൻ്റെ സ്വർണ്ണമാല കളഞ്ഞുപോയി. കുറേ അന്വേഷിച്ചെങ്കിലും അത് കിട്ടിയില്ല. പിന്നീട് എൻ്റെ അമ്മ ആവില പള്ളിയിൽ ഒന്ന് സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് നേർന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നഷ്ടപ്പെട്ടു പോയ മാല തിരിച്ചു കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. നഷ്ടപ്പെട്ടത് അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ തിരിച്ചു കിട്ടുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ലീലാമ്മ, ഞാൻ കേളകത്തു നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയ വലിയ ഒരു അനുഗ്രഹം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് 42 വർഷമായിട്ട് വഴിയില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വഴി തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ശ്രീലത, ഞാൻ പേരട്ടയിൽ നിന്നും വരുന്നു. എൻ്റെ വായിലൊരു മുഴ വന്നു. അത് ഇൻഫെക്ഷനായി. ഓപ്പറേഷൻ പറഞ്ഞു. അതിന് വലിയ തുകയാകുമെന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചിട്ട് കുറവൊന്നുമില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ ഉമിനീരെടുത്ത് എൻ്റെ മോണയിൽ പുരട്ടി സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ചയിലെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. പിന്നീട് ഞാൻ സ്കാനിങ്ങിന് പോയപ്പോൾ വലിയ ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. പല്ലെടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദനയും പഴുപ്പുമായി. രാത്രിയിൽ തന്നെ ഞാൻ അച്ഛന് മെസ്സേജ് അയച്ചു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വായിൽ നിന്നും കുറേ പഴുപ്പും വെള്ളവും കൂടി പോയി. അതോടെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഓപ്പറേഷൻ 80,000 രൂപ ആകുമെന്ന് പറഞ്ഞത് വെറും 12,000 രൂപയേ ആയുള്ളൂ. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ചതിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റോസമ്മ, ഞാൻ കീഴ്പള്ളിയിൽ നിന്നും വരുന്നു. എൻ്റെ മകൾ ഏഞ്ചലിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. കെയറായിട്ട് ഓസ്ട്രേലിയയിൽ പോയ മകൾക്ക് രജിസ്റ്റേർഡ് നേഴ്സാകാൻ 2 പരീക്ഷ പാസ്സാകണം. അതിൽ ആദ്യത്തെ പരീക്ഷ 1ാമത്തെ എഴുത്തിൽ തന്നെ അവൾ പാസ്സായി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് പ്രിയ, എടൂരിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ ആൽവിന് ചെന്നൈയിൽ നല്ലൊരു ജോലിയും താമസ സൗകര്യവും കിട്ടിയതിന്
ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അവന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് അന്നമ്മ ചെടികുളം. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾ ജിസ്നയുടെ വിവാഹം ഭംഗിയായി നടന്നു. ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. വിവാഹ തടസ്സം മാറി വിവാഹം നടക്കാൻ കർത്താവ് ഇടവരുത്തുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഏലിയാമ്മ, സ്ഥലം ചുഴലി. എൻ്റെ കൊച്ചുമകൻ ആൽബിൻ നല്ല മദ്യപാനമായിരുന്നു, ചീത്ത കൂട്ടുകെട്ടുമുണ്ടായിരുന്നു. ആവിലാപ്പള്ളിയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ്റെ മദ്യപാനം തീരെ കുറഞ്ഞു. എൻ്റെ മകളുടെ മകൻ ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ വീഴുകയും ഞരമ്പ് പിടഞ്ഞു പോവുകയും ചെയ്തു. ഡോക്ടർ വലിയ ഒരു ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. ഞങ്ങൾക്കതിനുള്ള സാമ്പത്തികമില്ലായിരുന്നു. ഞാൻ ആവിലായിലെ അമ്മ ത്രേസ്യായോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ്റെ വേദന പൂർണ്ണമായും കുറഞ്ഞു. ഈശോ അവന് സൗഖ്യം നൽകി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് ലാലി, സ്ഥലം അരീക്കമല. ആദ്യമായിട്ട് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ മൂത്ത മകൾ അമലയ്ക്ക് ജർമ്മനിയിൽ നേഴ്സിംഗ് ഫൈനൽ എക്സാം ആയിരുന്നു. ഒരു വിഷയം കുറേയേറെ വിഷമവുമായിരുന്നു. ആവിലായിൽ വന്ന് റാപ്സനച്ചൻ്റെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ സഹായം കെട്ടിയിടുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു തന്ന ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ അവൾക്ക് പാസ്സാകുവാൻ സാധിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ നേർന്നിരുന്നു. അതുപോലെ രണ്ടാമത്തെ മകൾ അർപ്പിത ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കുന്നു. 6ാം മാസത്തെ എൻട്രൻസ് എക്സാമിന് നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അവൾ നല്ല മാർക്കോടെ പാസ്സായി. ഇത്രയേറെ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രൈസ് ദ ലോർഡ്. സെലീൻ ആനിമൂട്ടിൽ, ചെമ്പേരി. എൻ്റെ മോന് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞാൻ ആവിലായിൽ വന്ന് 3 ദിവസം ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉരുൾനേർച്ചയിൽ പങ്കെടുക്കുകയും മുട്ടിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മകൻ്റെ ഭാര്യ ഇപ്പോൾ 7 മാസം ഗർഭിണിയാണ്. അതുപോലെ തന്നെ കാനഡയിൽ ജോലി നഷ്ടപ്പെട്ട മോന് ഒരു നല്ല ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ചതിൽ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അർച്ചന ജെയിംസ്, സ്ഥലം ഇടപ്പുഴ. ഞാനിപ്പോൾ ബാംഗ്ലൂർ BSc നഴ്സിംഗ് പഠിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഞാൻ കോളേജിൻ്റെ പടിയിൽ നിന്ന് വീഴുകയും നട്ടെല്ലിന് ചെരിവും നടുവിനും കാലിനും ചതവും വന്നിരുന്നു. 3 മാസത്തോളം റെസ്റ്റും ഫിസിയോതെറാപ്പിയുമായിരുന്നു. അതിനുശേഷം തിരികെ കോളേജിലെത്തി. ആ സമയത്ത് എനിക്ക് സെമസ്റ്റർ എക്സാം ആയിരുന്നു. ഞാൻ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഞാൻ എല്ലാ വിഷയത്തിനും ജയിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ചതിൽ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷോൺ, സ്ഥലം കൊളക്കാട്. എനിക്ക് 2 വർഷം മുമ്പ് ഒരു ബൈക്ക് അപകടം സംഭവിച്ചിരുന്നു. അപകടത്തിൽ എൻ്റെ കാൽവിരൽ നഷ്ടമായി. ഒപ്പം ആ കാലിലെ ഞരമ്പുകളും നശിച്ചു പോയി. എൻ്റെ തുടയിലെ ഞരമ്പും മാംസവും എടുത്ത് വലതുകാലിൻ്റെ പാദത്തിന് മുകൾ വശത്ത് വെച്ചു. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ ഇൻഫെക്ഷൻ ആകുകയും ജീവൻ അപകടത്തിലാകുമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഞാൻ മിമിക്സ് ഹോസ്പിറ്റലിൽ കോഴിക്കോടായിരുന്നു. എല്ലാ ഡോക്ടർമാരും എന്നെ കൈയൊഴിഞ്ഞു.
പതിയെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 6 മാറി മരിച്ചു എന്ന് വിധി എഴുതി. എന്നാൽ എൻ്റെ ആൻറ്റി ആവിലായിൽ വന്ന് എനിക്ക് വേണ്ടി നേർച്ച നേർന്ന് പ്രാർത്ഥിച്ച് മുട്ടിലിഴുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ ശരീരത്തിൽ മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങി. ഹൃദയമിടിപ്പിൽ മാറ്റം വന്നു. പതിയെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ജീവൻ നൽകി എന്നെ അനുഗ്രഹിച്ച ബന്ധിതരായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്ന് കർത്താവ് ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു അത്ഭുതത്തെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ സാക്ഷ്യം എഴുതി നൽകിയിട്ടുണ്ട്. അവരുടെ പേര് വിവരം താഴെ ചേർക്കുന്നു. റിച്ചു ജോസഫ് കരിക്കോട്ടക്കരി, വത്സമ്മ തോമസ് പയ്യാവൂർ, മിനി പേരാവൂർ, ബിന്ദു മണിക്കടവ്, ബിനിറ്റ കരിക്കോട്ടക്കരി, അന്ന പേരാവൂർ, അലൻ ലിൻസൺ പയ്യാവൂർ, എഡ്വിൻ വള്ളിത്തോട്, ആൻഡ്രിസ നെല്ലിക്കാംപൊയിൽ, ജിൻസി കണിച്ചാർ, മാളവിക ചരൽ, അലീന കിളിയന്തറ, ലിജി ചെടിക്കുളം. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ച ഉന്നത വിജയത്തിന് ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും ജോസഫ് അച്ഛനും ബേബി അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോയ്ക്ക് നന്ദി. ആദ്യം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വൈകിയതിൽ ഞാൻ ഈശോയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് മരിയ, കുന്നോത്തിടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. വന്ന് റാപ്സനച്ഛനെ കണ്ടു. എനിക്ക് ഒറ്റയ്ക്ക് കൈ പിടിക്കാതെ ഒട്ടും നടക്കത്തില്ലായിരുന്നു. പാദം കുത്തി ഞാൻ നടക്കൂലായിരുന്നു. അതുപോലെ ബസ് കയറാനും നടക്കുമ്പോഴെല്ലാം എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ചെരുപ്പിടാൻ വരെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒറ്റയ്ക്ക് എൻ്റെ ചെരുപ്പിടത്തില്ലായിരുന്നു ഇരിക്കാതെ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ ഈശോയെന്ന് ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെയുള്ള സ്റ്റെപ്പ് ഒരുപാട് വട്ടം കയറ്റി ഇറക്കുകയും ചെയ്തു. എന്നിട്ടേ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം വർഷം ഇത്രയും കഴിഞ്ഞു, ഞാനിപ്പോൾ DLED കഴിഞ്ഞു. ഇന്നാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് നടക്കാനും ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. സ്റ്റെപ്പ് കയറാൻ പറ്റും. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ബസ് കയറി. ഞാൻ തലശ്ശേരിയിലാണ് DLED പഠിച്ചത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പോയി വരാനും ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടും എനിക്ക് പറ്റി. അതെല്ലാം എനിക്ക് ഈശോ തന്ന വലിയൊരു കൃപയാണ്. പിന്നെ ഞാൻ ഈശോയ്ക്കും എൻ്റെ ത്രിയേക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഞാൻ നന്ദി പറയുന്നു. ഇനിയും ഞാൻ സൗഖ്യപ്പെടുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഈശോയോട് പറയും, ഈശോയെ ഞാൻ മനുഷ്യരിലേക്കല്ല, ഞാൻ എൻ്റെ ഈശോയിലേക്കാണ് നോക്കുന്നതെന്ന്. അപ്പോൾ എന്നെ ഈശോ ഇത്രത്തോളം സൗഖ്യപ്പെടുത്തിയതിന് ഞാൻ ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം.